5 അടി 9 ഇഞ്ച് പൊക്കം, വെളുത്തതാണ്, സുമുഖനാണ്, പോരാത്തതിന് സിനിമാ നടൻ മമ്മൂട്ടിയുടെ മകനാണ്. ദുൽഖർ സൽമാൻ എന്നാണ് പേര്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്നാണ് ടിയാനെ കാണാതായത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു ദാരുണ സംഭവം അരങ്ങേറിയിരുന്നു. അവിടെ ഈ ചെറിയ ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്, പ്രാദേശികമായിട്ട് മത്സരങ്ങളൊക്കെ നടത്തി അങ്ങനെ പോകുന്ന ചില ക്ലബ്ബുകൾ. അതിലൊരു ക്ലബ്ബിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐവറി കോസ്റ്റുകാരനായിട്ടുള്ള ഒരു ഫുട്ബോളർ ഇവിടെ ഇന്ത്യയിൽ കേരളത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വംശം വെച്ചും അദ്ദേഹത്തിൻ്റെ നിറമൊക്കെ വെച്ച് കാണികളിൽ ചിലർ ആക്ഷേപിച്ചിരുന്നു. കറുത്തവനെന്നും കറുത്ത കുരങ്ങെന്നൊക്കെ വിളിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ആ കളിക്കാരൻ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ മലപ്പുറത്തുള്ള നന്മയുള്ള ആളുകൾ അദ്ദേഹത്തെ കല്ലെറിയുകയും തെറിപറയുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ മാനസികമായും ശാരീരികമായും ആക്രമിക്കപ്പെട്ട ആ വ്യക്തി എംബസിയിൽ പരാതിപ്പെടും എന്ന വാർത്ത പുറത്തു വരുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ഈ ദുൽഖർ സൽമാനെ കാണാതായത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോലും സമൂഹത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് ദുൽഖർ സൽമാൻ. വടക്കങ്ങാണ്ട് ഉത്തരാഖണ്ഡിലോ ജാർഖണ്ഡിലോ ഛത്തീസ്ഗഡിലോ എവിടെയോ വെച്ച് ഒരു വിദേശ വനിത ആക്രമിക്കപ്പെട്ടപ്പോൾ അപമാനം കൊണ്ട് എൻ്റെ തല കുനിഞ്ഞുപോയി എന്ന് പ്രതികരിച്ച വ്യക്തിയാണ് ദുൽഖർ സൽമാൻ. ആ ദുൽഖർ സൽമാനെ ഈ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊന്നും വരാഞ്ഞപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കിയത് അദ്ദേഹം മിസ്സിംഗ് ആണെന്ന്. എന്തായാലും അദ്ദേഹം മിസ്സിംഗ് ആണോ, അദ്ദേഹത്തെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ അതൊരു നമ്പറിൽ വിളിച്ചറിയിക്കണം. അത് സുൽഫത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് ആ നമ്പർ കൊടുത്തിരിക്കുന്നത്. നമ്പർ ഇങ്ങനെയാണ് 369 ഇങ്ങനെയാണ് ഈ നമ്പർ പോകുന്നത്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് അറിയിക്കുക. ദുൽഖർ സൽമാൻ്റെ ഈ സമാനമായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ അതൊരു രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥ മുൻപ് വേറെ 2 പേർക്ക് കൂടി ഉണ്ടായിരുന്നു. പൃഥ്വിരാജെന്നും സുരാജെന്നും പേരുള്ള 2 പേരായിരുന്നു ആ അസുഖമുള്ള ആളുകൾ. അവരുടെ ആ അസുഖത്തിന് ഫലപ്രദമായ രീതിയിൽ സംഖ്യയിൽ ചില മരുന്നുകൾ നിർദ്ദേശിച്ചതിന് ശേഷം ഈ അസുഖത്തിന് വലിയ രീതിയിലുള്ള ശമനം ഉണ്ടാകുകയും ഇപ്പോൾ ഏതാണ്ട് ഭേദപ്പെട്ട നിലയിലാണ്. ഒരുപക്ഷേ ദുൽഖർ സൽമാൻ ഇതിൻ്റെ തുടക്ക സ്റ്റേജ് ആയതിനാൽ കുറച്ച് ഡോസ് കൂട്ടി തന്നെ മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരും എന്നാണ് തോന്നുന്നത്. അതൊരു പ്രത്യേകതരം അസുഖമാണ്. കാരണം ദൂരെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും, കാണാൻ പറ്റും. അടുത്തുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റില്ല എന്നതാണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഇത്തരം ചില സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവർ വളരെ പെട്ടെന്ന് തന്നെ അന്തരീക്ഷത്തിൽ ഇല്ലാതായി അല്ലെങ്കിൽ കാണാതാവുന്ന ഒരു പ്രതിഭാസം കൂടിയുണ്ട്. ആ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ദുൽഖർ സൽമാന് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തായാലും കാണാനില്ല. തീർച്ചയായിട്ടും ഏതാനും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മകനും കൂടിയാണ്. അതിനാൽ തന്നെ ഈ ആളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി വേണ്ടപ്പെട്ടവരെ തന്നെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. നിങ്ങൾ കൂടി തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിക്കുക. കണ്ടാൽ ഇയാളെപ്പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിൽ വിളിച്ചറിയിക്കുക.